ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ മൂവാറ്റുപുഴ സ്വദേശിയും ബംഗളൂരുവിലെ വ്യവസായിയുമായിരുന്ന അജികുമാർ 35 ലക്ഷം രൂപ നൽകിയതായി സഹോദരന്റെ വെളിപ്പെടുത്തൽ. പെരളിമറ്റത്തുള്ള അജികുമാറിന്റെ കുടുംബം വക കാവിലും ദ്വാരപാലക ശില്പങ്ങൾ എത്തിച്ചിരുന്നതായി അജികുമാറിന്റെ സഹോദരൻ അനിൽകുമാർ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ അജികുമാർ 4 വർഷം മുൻപ് കോവിഡ് ബാധിച്ച് മരിച്ചു. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ശബരിമലയിലേക്ക് തിരിച്ചു കൊണ്ടുപോകും വഴിയാണ് 2019 സെപ്റ്റംബർ 11 ദ്വാരപാലക ശില്പങ്ങൾ മൂവാറ്റുപുഴ വാഴക്കുളം പെരളിമറ്റത്തെത്തിച്ചത്. പെരളിമറ്റത്തെ അജികുമാറിന്റെ കുടുംബം വക കാവിലാണ് ദ്വാരപാലക ശില്പങ്ങൾ എത്തിച്ച് പൂജ നടത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ അജികുമാറും സുഹൃത്തുക്കളും ചേർന്നാണ് ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുവന്നതെന്നും സഹോദരൻ അനിൽകുമാർ പറഞ്ഞു. സെപ്റ്റംബർ 11 2019 ഇവിടെ രാവിലെ എത്തിച്ചു. അജികുമാറാണ് എൻ്റെ സഹോദരനാണ് സാധനം ഇവിടെ എത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിൽ തന്നെയാണ് കൊണ്ടുവരുന്നത്. ഒരു 11 മണിയോട് കൂടിയൊക്കെ ഇവിടെ എത്തി. വൈകുന്നേരം ഒരു 5 മണിയോട് കൂടി ഈ കാവിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് ഈ വിളക്ക് വെച്ച് പാട്ടും ഈ ഭക്തിഗാന സ്തുതി എല്ലാം ഉണ്ടായിരുന്നു. അജികുമാർ എന്നോട് വിളിച്ചു പറഞ്ഞു, നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് ഈ ശബരിമലയിൽ നിന്നുള്ളൊരു ധാരവാര ശില്പം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് അവിടെ വെച്ച് പൂജ ചെയ്യാനുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ശരിയാക്കണം. വിളക്ക് വെച്ച് പാട്ടും പാനപൂജ എല്ലാം വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെയുള്ള നാട്ടുകാരോടൊക്കെ പറഞ്ഞ് അത്യാവശ്യം നാട്ടുകാരും ബന്ധുക്കാരും എല്ലാം കൂടി ഇവിടെ പന്തലൊക്കെ ഇട്ട് ഈ വാഴപ്പോളം കൊണ്ട് അമ്പലം അതെന്ന് വെച്ചാൽ മണ്ഡലക്കാലം അല്ലാത്തതുകൊണ്ട് അന്ന് ഈ പരിപാടിക്ക് ആരും അറിയില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആളെയൊക്കെ റെഡിയാക്കി ഇത് ചെയ്ത് 5 മണിയോട് കൂടി ഇവിടെ നമ്മൾ പരിപാടി തുടങ്ങി. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് അജികുമാറിന് ഈ ശബരിമലയിൽ ഈ മണി കൊടുത്തിരിക്കുന്നത് ഇതിലൊരു സ്പോൺസർ അജികുമാറാണെന്നാണ് പറയുന്നത്. അവർ 3 പേരുണ്ട്, അതിൽ ഒരാൾ അജികുമാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് തൊട്ടായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം എന്നാണ് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ അന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമും അജികുമാറും എല്ലാം ഈ എളമ്പള്ളി പള്ളിക്കത്തോടിലുണ്ടായിരുന്നു. അപ്പം അന്ന് തൊട്ടായിരിക്കും. സഹോദരൻ അജികുമാർ പറഞ്ഞതനുസരിച്ച് അനിൽകുമാർ ബന്ധുക്കളെയും സമീപവാസികളെയും പൂജയ്ക്ക് ക്ഷണിച്ചിരുന്നു. ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ 35 ലക്ഷം രൂപ താൻ മുടക്കിയതായി അജികുമാർ അനിൽകുമാറിനോട് പറഞ്ഞു. അജികുമാർ അതിനകത്ത് സ്പോൺസർ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഉണ്ണി കൂടെ കൊടുത്തു വിട്ടത്. അല്ലെ ഒരു പൈസ പോലും മുടക്കാത്ത ആടെ വീട്ടിൽ കുടുംബക്ഷേത്രത്തിലേക്ക് ഈ വിഗ്രഹം എന്തിനാണ് കൊടുത്തു വിടുന്നത്? അജികുമാർ തലേദിവസം വിളിച്ചു പറഞ്ഞ് ധാരകാല വിഷു ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, അവിടെ എല്ലാ പരിപാടിയും റെഡിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കുടുംബക്കാരെല്ലാം കൂടി ഇവിടെ പന്തലിട്ട് റെഡിയാക്കിയത്. അപ്പോൾ ഒരു ബന്ധവും ഇല്ലെങ്കിൽ അജികുമാറിൻ്റെ എന്തിനത് കൊടുത്തു വിട്ടു. ഒരു ദിവസം സഹോദരൻ ഈ പരിപാടി പങ്കെടുത്ത് ഇങ്ങനെ മാറി ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് ഇതിനെല്ലാം കൂടി ഏകദേശം എത്ര രൂപ മുടക്കായി എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് ഏകദേശം ഒരു 10-35 ലക്ഷം രൂപ മുടക്കായിട്ടുണ്ടെന്ന് പറഞ്ഞു. 4 വർഷം മുമ്പ് കോവിഡ് ബാധിച്ചാണ് അജികുമാർ മരിച്ചത്. സഹോദരന്റെ മരണത്തിലും അനിൽകുമാറിന് ചില സംശയങ്ങളുണ്ട്. കോവിഡ് ആയിരുന്നു. കോവിഡ് വന്നതിന് ശേഷം അയാൾ 2-3 ദിവസം വീട്ടിൽ റെസ്റ്റ് ഇരുന്നു. അത് കഴിഞ്ഞ് പുള്ളി ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറി. അപ്പോൾ ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ പുള്ളിക്ക് ബെഡ് ശരിയാക്കി കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. എന്ന് വെച്ചാൽ അന്ന് ഒരു ആശുപത്രിയിലും ബെഡുകളൊന്നും കിട്ടാനില്ലായിരുന്നു. അപ്പോൾ പുള്ളി ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഏതോ ഒരു ആശുപത്രിയിൽ ബെഡ് റെഡിയാക്കി കൊടുത്തു. അതിനുശേഷം അവിടെ ട്രീറ്റ്മെൻ്റ് ഒന്നും നല്ല കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഏകദേശം അവിടെ നിന്ന് മരിച്ചാണ് പുള്ളിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇത് അവിടെ തന്നെ എല്ലാം ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാനൊന്നും ഒരു പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെട്ട കിട്ടിയപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം തൊട്ട് വിളിക്കും തൊട്ട് മൊബൈലെല്ലാം സ്വിച്ച് ഓഫാണ്. ബന്ധപ്പെടാൻ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. ഫോണിൽ കൂടി ഒന്ന് ബന്ധപ്പെടാൻ കിട്ടിയായിരുന്നേ ചോദിക്കായിരുന്നു. പക്ഷേ അതിനുള്ള സാഹചര്യം പോലും കിട്ടാത്തപ്പോൾ കോവിഡ് വന്നാൽ മരിച്ചായിരിക്കാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു പകലും രാത്രിയും ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ പെരളിമറ്റത്തെ കാവിലുണ്ടായിരുന്നതായും അതിനുശേഷം കോട്ടയത്തിനടുത്ത് പള്ളിക്കത്തോട്ടിലെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയതായും അനിൽകുമാർ പറഞ്ഞു. ജനം, കൊച്ചി. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, പറയൂ. രോഹിണി, ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ പാളികളിൽ സ്വർണം പൂശാനായി 35 ലക്ഷം രൂപ ബാംഗ്ലൂരിലെ വ്യവസായിയും ഒപ്പം തന്നെ മൂവാറ്റുപുഴ സ്വദേശിയുമായി അജികുമാർ നൽകിയതായാണ് അജികുമാറിൻ്റെ സഹോദരൻ അനിൽകുമാറിൻ്റെ വെളിപ്പെടുത്തൽ. മാത്രമല്ല ഈ അജികുമാർ എന്ന് പറയുന്നയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്താണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 സെപ്റ്റംബർ 11 ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ അജികുമാറിൻ്റെ കൈവശം ദ്വാരപാലക വിഗ്രഹങ്ങൾ മൂവാറ്റുപുഴയിലേക്ക് കൊടുത്തുവിട്ടു. ഇത് അജികുമാറിൻ്റെ കുടുംബ വക കാവിൽ, പെരളിമറ്റത്തെ കാവിലേക്ക് ഒരു ദിവസത്തെ പൂജയ്ക്കായി കൊണ്ടുവന്ന്, അതായത് സെപ്റ്റംബർ 11 2019 സെപ്റ്റംബർ 11 രാവിലെ 11 മണിയോടുകൂടി അജികുമാറും സുഹൃത്തുക്കളും ചേർന്ന് ദ്വാരപാലക വിഗ്രഹങ്ങൾ അവരുടെ കാറിലാണ് ഈ പെരളിമറ്റത്തെ കാവിലേക്ക് കൊണ്ടുവന്നത്. അവിടെ വെച്ച് ഒരു ദിവസത്തെ പൂജയുണ്ടായിരുന്നു. നേരത്തെ തന്നെ അജികുമാർ സഹോദരനായ അനിൽകുമാറിനെ വിളിച്ച് പറഞ്ഞതനുസരിച്ച് അനിൽകുമാർ അവരുടെ ബന്ധുക്കളെയും ഒപ്പം തന്നെ പരിസരവാസികളെയും ഒക്കെ പൂജയ്ക്കായി വിളിച്ചിരുന്നു. എല്ലാവരും തന്നെ ഈ പൂജയിൽ പങ്കെടുത്തവരാണ്.
ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ആ പൂജയിലൊക്കെ പങ്കെടുത്ത ആളാണ്. എന്തായാലും അനിൽകുമാർ പറയുന്നതനുസരിച്ച് ഒരാൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അജികുമാറിൻ്റെ സുഹൃത്താണ്. പക്ഷേ ഒരാൾ ഒരു സാമ്പത്തിക ലാഭത്തിനല്ലാതെ ഒരിക്കലും ഈ ദ്വാരപാലക ശില്പങ്ങൾ മറ്റൊരിടത്തേക്ക് കൊടുത്തു വിടുകയില്ല. അങ്ങനെ സഹോദരനോട് ചോദിച്ചപ്പോൾ താൻ 35 ലക്ഷം രൂപ തനിക്ക് മുടക്കുണ്ട്, സ്വർണ്ണം പൂശാനായി 35 ലക്ഷം രൂപ നൽകിയതായും അജികുമാർ പറഞ്ഞതായി അനിൽകുമാർ പറയുന്നുണ്ട്. അജികുമാർ 4 വർഷം മുമ്പ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു. അന്ന് ബാംഗ്ലൂരിൽ ചികിത്സയിലുണ്ടായിരുന്ന അജികുമാറിന് അന്ന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. എന്തായാലും സഹോദരൻ്റെ മരണം ഉൾപ്പെടെ തെളിച്ചു വ്യക്തമായി പറയുന്നില്ലെങ്കിൽ പോലും സഹോദരൻ്റെ മരണത്തിലടക്കം അനിൽകുമാറിന് സംശയങ്ങളുണ്ട്. ആചാര ലംഘനം തന്നെയാണ് മൂവാറ്റുപുഴ ഈ പെരളിമറ്റത്ത് ദ്വാരപാലക വിഗ്രഹങ്ങൾ കൊണ്ടുവന്നതിലൂടെ നടത്തിയത്. കാരണം ഇത് ഒരു വീട്ടിലേക്ക് ആദ്യം ഈ കാവിന് സമീപമുള്ളൊരു വീട്ടിലേക്ക് ആദ്യം കൊണ്ടുവന്നു, പിന്നീട് കാവിലേക്ക് പോയി മണിക്കൂറുകളോളം അവിടെ വെച്ചു. അങ്ങനെ വലിയൊരു ആചാര ലംഘനം തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്നത് എന്നാണ് അനിൽകുമാർ പറയുന്നത്. രോഹിണി.